ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള ബർണ്ണബാസ്. ഇന്ന് പകലിൽ നാം ചിന്തിക്കുന്നത് ബർണ്ണബാസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആരാണ് ബർണ്ണബാസ്, എന്താണ് ബർണ്ണബാസ് എന്നതിനെ കുറിച്ചാണ് ഈ പകൽക്കാലം നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ പദമോടെ പറയുകയാണ്, പ്രവർത്തികളുടെ പുസ്തകത്തിലാണ് ബർണ്ണബാസ് എന്ന പേര് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ പറയപ്പെടുന്ന ഒരു കാര്യം, ആദ്യത്തെ കാര്യം എന്ന് പറയുന്ന അവന്റെ പേരിന്റെ അർത്ഥമാണ് അവിടെ പറയുന്നത്. പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള ബർണ്ണബാസ്. പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള ബർണ്ണബാസ്. സ്തോത്രം. അപ്പം ആദ്യം ആ പദത്തിന്റെ അർത്ഥമാണ് ആമേൻ പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നാം വായിച്ച വേദഭാഗം 4:36 കാണുന്നത്. പ്രബോധനപുത്രൻ, അവൻ ഒരു പ്രബോധന പുത്രനായിരുന്നു. 4-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ അപ്പോസ്തല പ്രവൃത്തികൾ ഉടനീളം വായിച്ചു നോക്കുമ്പോഴാണ് ബർണ്ണബാസ് എന്ന വ്യക്തിയെ കുറിച്ച് കൂടുതലായി നമുക്ക് അറിയുവാനായി സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മറ്റൊരു വ്യക്തിയെ കുറിച്ചാണ്, അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത് ബർണ്ണബാസിനെ കുറിച്ചാണ്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 4-ാം അധ്യായം മുതൽ 15-ാമത്തെ അധ്യായം വരെയാണ് ബർണ്ണബാസിനെ കുറിച്ച് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ബർണ്ണബാസിന്റെ ആദ്യത്തെ പദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബർണ്ണബാസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ചില വേദഭാഗങ്ങൾ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നും നമ്മൾ വായിച്ചപ്പോൾ അതിനകത്ത് ബർണ്ണബാസിനെ കുറിച്ച് ചിന്തിപ്പാൻ കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. അപ്പൊ ബർണ്ണബാസിനെ കുറിച്ച് ഇവിടെ പറയുന്നത് അവൻ പ്രബോധന പുത്രനാണ്. ബർണ്ണബാസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രബോധന പുത്രൻ എന്നാണ്. അപ്പം പ്രബോധനം കേൾക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതിനനുസരിച്ച് അവൻ മുന്നേറുന്ന ഒരാളാണ് ബർണ്ണബാസ്. ബർണ്ണബാസിനും പൗലോസും തമ്മിൽ നല്ല ആത്മീക ബന്ധം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പദം 4-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. 4-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം വായിച്ചു. നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഒന്ന്, ബർണ്ണബാസിനെ കുറിച്ച് അവൻ ഒരു പ്രബോധന പുത്രനായിരുന്നു. രണ്ടാമത്തെ കാര്യം ബർണ്ണബാസിനെ കുറിച്ച് പറയുന്നത് അവന്റെ നിലം വിറ്റ് അവൻ സകലതും കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയിലേക്ക് ബർണ്ണബാസ് ഇറങ്ങുമ്പോൾ തനിക്കുള്ളത് സകലതും ദൈവരാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തതിന് ശേഷമാണ് താൻ ആ ആത്മീക ശുശ്രൂഷയിലേക്ക്, താൻ ആ ദൈവിക വേലയിലേക്ക് ഇറങ്ങുന്നത്. ഇന്ന് പകൽക്കാലം ഒരു ആത്മീക ദൂത് നിങ്ങളുമായി പങ്കുവെക്കാം. പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം ചിലത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത്. അത് സമ്പത്ത് മാത്രമല്ല, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം, നമ്മുടെ ആരോഗ്യം, അങ്ങനെ ദൈവം നമുക്ക് നൽകിയ സകലതും ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീർന്നത്. ഇവിടെ ഈ ബർണ്ണബാസിനെ കുറിച്ച് കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്നവനാണ് ബർണ്ണബാസ്. അവന്റെ പേരിന്റെ അർത്ഥം പ്രബോധനപുത്രൻ എന്നാണ്. അവൻ ദൈവവേലയ്ക്കായിട്ട് സകലതും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചവരാണ്. സകലതും കർത്താവിന്റെ കരങ്ങളിലേക്ക്. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 3 സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിൽ സ്തോത്രം, സുവിശേഷങ്ങൾ ഉടനീളം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. യേശു കർത്താവിന്റെ ശിഷ്യന്മാർ എങ്ങനെയാണ് കർത്താവിന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ശിഷ്യന്മാരെന്ന യേശുവിന്റെ കൂടെ നടക്കുവാൻ ഇടയായി തീർന്നെന്ന്. അവർ സകലതും വിട്ടിട്ടാണ് അവനെ അനുഗമിച്ചത്. അവർ പടകുകൾ വിട്ടു, അവർ ഭവനങ്ങൾ വിട്ടു, അങ്ങനെ സകലതും വിട്ട് കർത്താവിനെ അനുഗമിപ്പാൻ തയ്യാറായപ്പോഴാണ് അവരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വെളിപ്പെടുവാൻ ഇടയായി തീർന്നത്.
അവിടെ കൊണ്ട് തീർന്നില്ല. 3.5 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് തങ്ങളുടെ അകത്ത് നിക്ഷേപമായതിനെ ആക്ടിവേറ്റ് ആക്കാൻ ഒരു മാളിക മുറിക്കകത്ത് ആമേൻ സ്തോത്രം അവർക്ക് സഹായകരമായി എന്നുള്ളതാണ്. മറന്നു പോകരുത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നത് ആമേൻ സകലതും വിട്ടേച്ച് കർത്താവിനെ അനുഗമിക്കുവാൻ തയ്യാറായപ്പോഴാണ് കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി. ഇവിടെ ബർന്നബാസും അതുപോലെയാണ്. തനിക്ക് ലഭിച്ചതെല്ലാം താൻ സ്വരുക്കൂട്ടി വെച്ചു എന്നല്ല, തനിക്ക് ലഭിച്ചത് സകലതും കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചിട്ടാണ് കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്നത്. പൗലോസിനെ നോക്കിക്കാണ്ട് അവൻ പൗലോസിന്റെ ജീവിതം ബന്ധപ്പെട്ട് നാം പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം പൗലോസിന്റെ ജീവിതത്തിൽ അവനെല്ലാം ഉണ്ടായിട്ടും ആമേൻ സ്തോത്രം സകലതും വിട്ടേച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ, അവൻ കർത്താവിനെ പിൻപറ്റുവാൻ, കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിൽ ദൈവത്തിന് ആവശ്യം ലോകത്തിൽ നിന്നും പ്രാപിച്ചതെല്ലാം അവൻ കളഞ്ഞ് ആമേൻ സ്തോത്രം ഉള്ളതെല്ലാം കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത് നമ്മെ മുഴുവനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോഴാണ് ഇന്ന് പകൽ ചില വിടുതലുകൾ ആമേൻ സംഭവിക്കുന്നത്. ആരോടൊക്കെ ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ ദൈവകരത്തിലേക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാമെങ്കിൽ നിശ്ചയമായും ദൈവം ചില പണികൾ നിങ്ങളിലൂടെ ചെയ്തെടുത്ത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടവരുന്നത്, കർത്താവിന്റെ കരം വെളിപ്പെടുവാൻ ഇടവരുന്നത്. ഇവരുടെ ബർന്നബാസാണ് ചെയ്തത്. തനിക്കുള്ളത് ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, ദൈവത്തിന് ആവശ്യം നിങ്ങളെയാണ്. കാരണം തിരുവചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ ആമേൻ സ്തോത്രം അറിയുമ്പോൾ ഇന്ന് പകൽ ഒരു കാര്യം മറന്നു പോകരുത്. അവൻ ദൈവാത്മാവ് നിങ്ങളിൽ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും അവൻ സകലതും വിട്ട് അവനെ പിൻപറ്റുന്നവരായി തീരുവാൻ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുക. അപ്പം നിങ്ങളുടെ മേൽ ദൈവാത്മാവ് വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് ആവശ്യം നിങ്ങളുടെ കയ്യിലുള്ളതല്ല, മറിച്ച് നിങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. നിങ്ങളെ പൂർണ്ണമായും കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുതകരത്തിനായി ഇന്ന് പകൽ നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാമെങ്കിൽ നിശ്ചയമായും ദൈവം തന്റെ പണി മനോഹരമായി പണിതു തീർക്കും. പിശാച് അവൻ അലങ്കോലപ്പെടുത്തിയതിനെ, പിശാച് നശിപ്പിച്ചു കളഞ്ഞതിനെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അലങ്കരിപ്പാൻ ഇടയായി തീരും. അതുകൊണ്ട് മറന്നു പോകരുത്, കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ കൊടുത്താൽ കുശവൻ കളിമണ്ണ് കുഴച്ച് നന്നായി പണിതെടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിന്നെ പണിതെടുക്കും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, മനുഷ്യൻ പണിതെടുത്താൽ അതിന് പാകപ്പിഴകൾ ഉണ്ടാകും. മനുഷ്യൻ പണിതെടുത്താൽ ദൈവത്തിന്റെ ഹിതം പോലെ പുറത്തു വരുത്തില്ല. ഇന്ന് പകൽ മാനുഷിക ശാലയിലല്ല, ദൈവത്തിന്റെ ശാലയിൽ അവൻ പണിയപ്പെട്ടവരായി നിങ്ങൾ പുറത്തു വന്നാൽ ഇന്ന് പകലിൽ അവൻ ശിഷ്യന്മാരിലൂടെ ദൈവം ചെയ്തത് രാജ്യങ്ങളെ കീഴടക്കുന്ന, ആത്മതലങ്ങളെ തുറക്കുന്ന അസാധാരണമായ ആത്മീയ ഉണർവിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ താല്പര്യമുണ്ട്. ഇന്ന് പകൽ മറന്നു പോകരുത്, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. കർത്താവിന്റെ രാജ്യത്തിനായി, ദൈവത്തിന്റെ സ്തോത്രം രാജ്യത്തിനായി, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവത്തിന് നിങ്ങളെ ഉപയോഗിപ്പാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ട് മറന്നു പോകരുത്, കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കുക. മാനുഷികമായ ശാലകളിലേക്ക് നിങ്ങൾ കയറിയാൽ ആമേൻ ആമേൻ സ്തോത്രം, അവിടെ പല പ്രതിബന്ധങ്ങളും കാണും, പല തടസ്സങ്ങളും കാണും, പ്രതികൂലങ്ങളും കാണും. പക്ഷേ ദൈവഹിതത്തിൽ ഒത്തവണ്ണം നീ പുറത്തു വരണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കുശവന്റെ കയ്യിൽ കളിമണ്ണ് കൊടുത്തെങ്കിലേ അതെങ്ങനെ അവൻ പുറത്തു കൊണ്ടുവരണമെന്ന് കുശവനെ അറിയത്തുള്ളൂ. കുശവനല്ലാത്ത ഒരാളുടെ കയ്യിൽ കളിമണ്ണ് കൊടുത്താൽ അവൻ എന്ത് ചെയ്യാൻ കഴിയും? ഇതുപോലെ മാനുഷികമായ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ദൈവകരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മളുടെ അകത്ത് പകർന്ന ആത്മീയ അഭിഷേകത്തെ, കൃപാവരങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്. 9-ാം അധ്യായം 26-27 വാക്യങ്ങളൊന്ന് വായിച്ചേ. പ്രവൃത്തി 9-ാം അധ്യായം 26-27. ശിഷ്യന്മാരോട് ചെയ്യുവാൻ ശ്രമിച്ചു. എന്നാൽ ബർന്നബാസ് അവനെ കൂട്ടി
അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂടിയെന്നു. 26, 27. പ്രവൃത്തി 9:26-27. എന്നാൽ അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. കണ്ടോ, ബർന്നബാസിന്റെ അടുത്ത ക്വാളിറ്റി, അവനൊരു വിശാല ഹൃദയം. ശൗൽ എന്ന വ്യക്തിയെ ആരും ഉൾക്കൊള്ളാതിരുന്നപ്പോൾ, ശൗലിനെ കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് ശൗലിനെ കുറിച്ച്, ആരാണ് ശൗൽ, എന്താണ് ശൗൽ, എങ്ങനെയാണ് ശൗലിന്റെ ജീവിതം, എങ്ങനെയാണ് പൗലോസ് ആക്കപ്പെടുന്നത്, എല്ലാം പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് ആരംഭിക്കുന്നത്. പൗലോസിന് കിട്ടിയ വിളിയും പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ്. വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അപ്പം വിളി കിട്ടിയതും പുറത്തു വന്നതും പഴയ സ്വഭാവം ധരിച്ചു പോയതും എല്ലാം പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് കിടക്കുന്നത്. അനേകം ആലയങ്ങൾ പൂട്ടിച്ചും അനേകരെ ഉപദ്രവിച്ചും ക്രൂരനായും ദുഷ്ടനായും നടന്നിരുന്ന ഒരു ശൗൽ. എന്നാൽ അവിടെ നിന്ന് മുൻപയിലേക്ക് പോകുമ്പോഴാണ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. ആർക്കും മെരുങ്ങാത്തവനെ പരിശുദ്ധാത്മാവിടെ മെരുക്കുകയാണ്. ആർക്കും കീഴ്പ്പെടാത്തവനെ പരിശുദ്ധാത്മാവിടെ കീഴ്പ്പെടുത്തുകയാണ്. ആർക്കും ആമേൻ സ്തോത്രം ഒതുക്കാൻ കഴിയാത്തവനെ പരിശുദ്ധാത്മാവിടെ ഒതുക്കുകയാണ്. അവനോ ആർക്കും മാറ്റാൻ കഴിയാത്ത വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവിടെ മാറ്റിയെടുക്കുകയാണ്. ആമേൻ. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അവരുണ്ടായിരുന്ന ഒരു വെളിച്ചം, അത് പലതവണ ശൗല് സാക്ഷ്യം പറയുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. നട്ടുച്ച നേരത്തുള്ള ഒരു വെളിച്ചമാണ്, പക്ഷെ അത് സൂര്യനല്ലെന്ന് ഉറപ്പാ. സൂര്യനേക്കാളും തേജസ്സുള്ള ഒരു വെളിച്ചം എന്റെ മേൽ മിന്നി. എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ ഇരുന്ന സ്ഥാനത്തു നിന്നും താഴെ വീണു. ആമേൻ സ്തോത്രം സ്തോത്രം. കുറച്ചുപേർ എന്നെ പൊക്കിയെടുത്തു കൊണ്ടുപോയി. എന്നാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ കടന്നു, അനനിയാസ് എന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ കടന്നു വന്ന് എന്നെ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടി. ഞാൻ മടങ്ങി വന്നു. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, യേശുവിനെ പോലെ ആരാധ്യനില്ല. അവൻ യേശുവിന് വേണ്ടി ജീവിക്കണം എന്ന് മനസ്സിലാക്കി അവൻ ശൗൽ തന്റെ പഴയ പ്രവർത്തനങ്ങളെല്ലാം നിർത്തി കർത്താവിന്റെ കൃപയുടെ ന്യായപ്രമാണത്തിൽ നിന്നും കൃപയുടെ കൂട്ടവകാശിയായി കടന്നു വന്നപ്പോൾ ആമേൻ 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 സ്തോത്രം ഹല്ലേലൂയ. അവൻ കൃപയുടെ കൂട്ടവകാശിയായി കടന്നു വന്നപ്പോൾ അവൻ ഇവിടെ ചിലർ അവന്റെ പഴയ സ്വഭാവത്തെ ചിന്തിച്ച് അവനെ ഉൾക്കൊള്ളുവാൻ വിസമ്മതിച്ചിരുന്നു. അതാണ് 9:26-27 വായിച്ചത്. അപ്പം ശൗലിനെ അവൻ അഭിഷക്തന്മാരുടെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ ശൗലിനെ കുറിച്ചുള്ള സ്തുതി മുഴുവനും നാട്ടിലെങ്ങും അറിയാം. അവൻ സഭ പൊട്ടിക്കുന്നവനാണ്, ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നവനാണ്, വഴികൾ തടയുന്നവനാണ്. ആമേൻ ആമേൻ. അധികാരപത്രം വാങ്ങിച്ചു കൊണ്ടുവന്ന് സകലരെയും ആമേൻ ഉപദ്രവിക്കുന്നവനാണ്. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാർ ഇവനെ ഏറ്റെടുക്കുവാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഒന്നും നോക്കാതെ അവന്റെ സാക്ഷ്യത്തിൽ വിശ്വസിച്ച ബർന്നബാസ് അവനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുപോവുകയാണ്. കണ്ടോ, അവൻ ആരും അവന് സ്ഥലം കൊടുക്കാതെ ഇരുന്നപ്പോൾ, ആരും അവനൊരു അവസരം കൊടുക്കാതെ ഇരുന്നപ്പോൾ ബർന്നബാസ് അവന്റെ ഹൃദയത്തിന്റെ വിശാലത നിമിത്തം കണ്ടോ മറ്റുള്ളവരൊക്കെ അവന്റെ പഴയകാല ചരിത്രമോർത്തു വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവൻ പിന്മാറ്റി കളഞ്ഞപ്പോൾ അവൻ ബർന്നബാസ് അവനെ കൈക്ക് പിടിച്ച് അകത്തു കൊണ്ടുപോവുക. ചില ദൈവപ്രവർത്തികൾക്കായി ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുക. മനുഷ്യൻ തടഞ്ഞാലും ദൈവം ചിലത് നിനക്ക് വേണ്ടി തുറന്നു തരും. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഇവിടെ ആമേൻ ആമേൻ കൂടെയുള്ള അപ്പോസ്തലന്മാർ തടഞ്ഞിട്ട് ബർന്നബാസിനെയും കൊണ്ട് ആമേൻ സ്തോത്രം ശൗലിനെയും കൊണ്ട് ബർന്നബാസ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോകുക. ആമേൻ. മറ്റൊരിക്കൽ ആമേൻ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് ശിഷ്യന്മാർ ആമേൻ ശിശുക്കളെ തടഞ്ഞപ്പോൾ യേശു പറയുക അവരെ വിടുക, അവരെ വിടുക. ആമേൻ സ്തോത്രം. ബർത്തിലോമായി തെരുവിൽ കിടന്ന് നിലവിളിക്കുക. ആമേൻ സ്തോത്രം. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. തെരുവിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ശിഷ്യന്മാർ അടങ്ങ് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞപ്പോഴും അവൻ ഉച്ചത്തിൽ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുവാൻ ഇടയായി തീർന്നു. ഉച്ചത്തിൽ നിലവിളിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ ശിഷ്യന്മാർ അവനോട് മിണ്ടാതെ ഇരിക്കുന്നു പറഞ്ഞ് മുമ്പോട്ട് വേണ്ടോ. അവിടെ അവൻ യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന ആമേൻ ശിശുക്കളെ ശിഷ്യന്മാർ തടഞ്ഞു. രണ്ട്, യേശുവിന്റെ നിന്നും വിടുതൽ പ്രാപിക്കേണ്ട ബർത്തിലോമായ ശിഷ്യന്മാർ തടഞ്ഞു. പക്ഷെ യേശു അവിടെ നിൽക്കുക. യേശു തിരിഞ്ഞു
വരിക. കണ്ടോ, ലോകം നിന്നെ തടഞ്ഞാലും യേശു നിന്നെ ചേർത്ത് പിടിക്കും. ലോകം നിന്നെ തടഞ്ഞാലും, ലോകം നിന്റെ വഴികൾ അടച്ചാലും യേശു നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ആര് തടഞ്ഞെന്ന് പറഞ്ഞാലും ദൈവം എനിക്ക് വേണ്ടി തുറന്നതാണെങ്കിൽ അത് തുറന്നു വരും. ഹല്ലേലൂയ. പ്രതികൂലമായ നിന്റെ വിടുതലിന്റെ തടസ്സം ശിഷ്യന്മാരാണെങ്കിൽ ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെടാൻ പോകുകയാ. നിന്റെ വിടുതലിന്റെ തടസ്സം ആരാണ്? ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാ. ആണ്ട് തീരുന്നതിന് മുമ്പ് നിന്റെ വിഷയത്തിനകത്തൊരു പരിഹാരമുണ്ട്. ആണ്ട് തീരും മുമ്പ് നിന്റെ വിഷയത്തിനകത്തൊരു പരിഹാരമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആര് അവൻ സ്തോത്രം മിണ്ടാതിരിക്കെന്ന് പറഞ്ഞാലും പ്രതികൂലമായ നീ നിലവിളിക്കും. കാരണം എന്താണെന്നറിയാമോ? ഇത് എന്റെ വിടുതലിന്റെ സമയമാണ്. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പ്രവചിക്കുക, ഇത് നിന്റെ വിടുതലിന്റെ സമയമാണെന്ന് അന്തരാത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ ശബ്ദം മുഴക്കുക. ഇന്ന് പകൽ നിന്റെ നിലവിളിക്ക് മുമ്പ് മറികടന്നു പോകുന്ന ദൈവമല്ല. നിന്റെ നിലവിളിക്ക് മുമ്പ് അവൻ അവിടെ നീക്കും. അവൻ നിന്നെ തൊടും. അവൻ നിന്നെ സ്പർശിക്കും. അവൻ നിന്റെ ജീവിതത്തെ അവൻ മെടലുണ്ടാക്കും. അവൻ നിന്റെ അലങ്കോലപ്പെട്ടിയ ജീവിതത്തെ അലങ്കരിക്കും. അവൻ നിന്നെ അനുഗ്രഹിക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അവൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആരൊക്കെ യേശുവിന്റെ അടുക്കലേക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞാലും നിനക്കൊരു വിടുതൽ യേശുവിന്റെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ നീ യേശുവിന്റെ അടുത്തെത്തിയിരിക്കും. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പ്രവചിക്കുകയാണ്, നിന്റെ വിടുതലിന്റെ സമയമായി, നിന്റെ വിടുതലിന്റെ സമയമായി. ഇനിയും അടങ്ങിയിരിക്കരുത്. ഇത്രയും നാളുകൾ കരഞ്ഞതിനുള്ള മറുപടി, ഇത്രയും നാളുകൾ ഉപവസിച്ചതിനുള്ള മറുപടി, ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിനുള്ള മറുപടി. ഹല്ലേലൂയ. നിന്റെ വിടുതലിന്റെ സമയമായി. ഇതാണ് നിന്റെ അത്ഭുതത്തിന്റെ സമയം. പ്രതിലോമായിക്കറിയാം, ഇപ്പോൾ ഞാൻ മിണ്ടാതെ ഇരുന്നാൽ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് എന്റെ വിടുതൽ കിട്ടത്തില്ല. യേശു ഇവിടെ നിന്ന് കടന്നുപോയി കഴിഞ്ഞാൽ എന്റെ വിടുതൽ സ്വപ്നങ്ങളിൽ മാത്രമാണ്. പക്ഷെ നസ്രയൻ പറയുക, കർത്താവ് പറയുക, ഇല്ല കുഞ്ഞെ, ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ തൊട്ടിരിക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കും. അതുകൊണ്ട് ബർത്തിലോമായിക്കറിയാം, ഈ യേശുവിന്റെ മുമ്പിൽ നിലവിളിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിടുതൽ ഉണ്ടാകത്തില്ല. ആരൊക്കെ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോഴും ശബ്ദമുയർത്തി വിളിക്ക്, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ. അവന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ യേശു നിന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ കരച്ചിലിന്റെ മുമ്പിൽ യേശു മനസ്സലിഞ്ഞിരിക്കും. നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് യഹോവയ്ക്ക് നിന്നോട് കരുണ തോന്നിയിരിക്കും. നീ നിലവിളിക്കുന്ന വിഷയത്തിനകത്ത് കർത്താവ് ഇന്ന് പകൽക്കാലം പരിഹാരം തന്നിരിക്കും. ഉപൃത്തിലോമായി പറയുക, ഇതെന്റെ വിടുതലിന്റെ ദിവസം. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുക, ഇത് നിന്റെ വിടുതലിന്റെ പകലാ, ഇത് നിന്റെ വിടുതലിന്റെ പകലാ. ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ചിലത് പ്രാപിപ്പാനുള്ള നിന്റെ വിടുതലിന്റെ സമയമാണിത്. ബർന്നബാസിന്റെ അകത്ത് വ്യാപരിച്ച പരിശുദ്ധാത്മാവ് ബർന്നബാസിനെ ബോധിപ്പിച്ചു. ശൗല് ന്യായപ്രമാണത്തിൽ എരിവുള്ളവനായിരുന്നു. പക്ഷേ ഇതുവരെ കാണാത്തൊരു ആത്മതല അവന്റെ മേൽ തുറക്കപ്പെടാൻ പോവുകയാണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുക. ഇതുവരെ കാണാത്ത ഒരു പ്രവചനയാത്മാവ് നിന്റെ മേൽ തുറക്കപ്പെടാൻ പോകുകയാ. ഇതുവരെ കാണാത്തൊരു പ്രാർത്ഥനയുടെ ആത്മാവ് നിന്റെ മേൽ തുറക്കപ്പെടാൻ പോകുകയാ. ഇതുവരെ കാണാത്ത ആമേൻ സ്തോത്രം ഒരു വെളിപ്പാടിന്റെ ആത്മാവ് നിന്റെ മേൽ തുറക്കപ്പെടാൻ പോകുകയാ. ഇതുവരെ കാണാത്ത ഒരു അഭിഷേകത്തിന്റെ ഫലം നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാ. ഇതുവരെ കാണാത്ത അന്യഭാഷയുടെ നിലവാരങ്ങൾ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? നിനക്ക് വേണ്ടി ഒരു ആത്മതലം സ്വർഗം ഇന്ന് പകൽ തുറക്കുകയാ. പലതവണ ആത്മതലങ്ങൾ തുറക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും തുറന്നു വരാതെ വേണം നീ ഭാരപ്പെടും. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാ. ആമേൻ. ശിശുക്കളുടെ വിടുതലിന് തടസ്സമായ ശിഷ്യന്മാരെ മാറ്റി. ആമേൻ സ്തോത്രം. ബർന്നബാസിന്റെ വിടുതലിന് തടസ്സമായ ആമേൻ ബർത്തിലോമായുടെ വിടുതലിന് തടസ്സമായ ശിഷ്യന്മാരെ മാറ്റി. ശൗലിന്റെ മേൽ ആമേൻ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തികൾക്ക് ആമേൻ വിരുദ്ധമായി നിന്നവരെ മാറ്റി അപ്പോസ്തലന്റെ അടുക്കലേക്ക്, യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടെത്തിച്ചെങ്കിൽ ഉറപ്പാ നിന്റെ ആത്മതലം മാറിയിരിക്കും. നിന്റെ അകത്ത് പകർന്ന കൃപ ജ്വലിച്ചിരിക്കും. നിന്റെ അകത്ത് പകർന്ന വിളി പുറത്തു വന്നിരിക്കും. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ചന്ദ്രമേൽ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുകയാ. അപ്പൊ എല്ലാവരും മാറ്റി നിർത്തിയിടത്ത് ബർന്നബാസ് അവനെ ചേർത്ത് കൊള്ളുകയാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം,
ലോകം പറയുന്നത് പോലെയല്ല ഇന്ന് പകൽ നാം വീക്ഷിക്കേണ്ടത്. ആത്മകണ്ണുകൾ തുറക്കാൻ തയ്യാറായാൽ വലിയ വിടുതലുണ്ടാകും. ലോകം പലതും പറഞ്ഞേക്കാം, എന്നാൽ ദൈവം നിന്നോട് എന്തു പറയുന്നു എന്നതിലാണ് പ്രാധാന്യത ഏറിയത്. എല്ലാവരും ശൗലിനെ തടഞ്ഞപ്പോഴും ആത്മാവുള്ള നിയോഗമുള്ള ബർണ്ണബാസ് അവന്റെ കൈപിടിച്ച് അകത്ത് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുകയാണ്. ബർണ്ണബാസിന് ഒരു കാര്യം അറിയാം, ന്യായപ്രമാണത്തിൽ ഇത്രയും ശുഷ്കാന്തിയുള്ളവനായിരുന്നെങ്കിൽ കൃപയുടെ പ്രമാണത്തിനകത്ത് ദൈവനെ ഉപയോഗിക്കാൻ പോകുകയാണ്. ദൈവനെ ഉപയോഗിക്കേണ്ട തലങ്ങൾ തുറക്കപ്പെടാൻ പോകുകയാണ്. ബർണ്ണബാസ് അവനെ കൈക്കൊള്ളുകയാണ്. അവന്റെ പഴയകാല ചരിത്രങ്ങൾ ബർണ്ണബാസിന് അറിയാം. അതൊന്നും ഓർക്കാതെ അവനെ കൈക്കൊള്ളുകയും അവന്റെ ഹൃദയത്തിന്റെ വിശാലത കണ്ടു. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ബർണ്ണബാസ് കൈക്കൊണ്ടതുപോലെ ചിലരെ കൈക്കൊണ്ടാൽ നിശ്ചയമായിട്ടും നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ഒരു പകർച്ച അവരുടെ മേലും വെളിപ്പെടാനിടയായിത്തീരും. നീ കൈക്കൊള്ളാടത്തോളം കാലം ആ ഒരു ദൈവപ്രവൃത്തി നീയായിട്ട് നിറഞ്ഞു വെക്കുകയാണ്. എന്നാൽ ബർണ്ണബാസ് അവനെ കൈക്കൊണ്ട് അകത്ത് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടെത്തിച്ചത് ശൗലിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചെങ്കിൽ ഇന്ന് പകൽ നീ മുഖാന്തരം ചിലരുടെ ജീവിതങ്ങൾ ദൈവം മാറ്റിമറിക്കാൻ പോകുകയാണ്. നീ മുഖാന്തരം ചില ഭവനത്തിന്റെ അകത്തളങ്ങൾ ദൈവം വിടുതലയക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് നിന്നെ പ്രയോജനപ്പെടുത്തണം? 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. കണ്ടോ, ബൈബിൾ എല്ലാവരെയും കുറിച്ചും സാക്ഷ്യം പറയുന്നില്ല, പക്ഷെ ബൈബിൾ ചിലരെ കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അത് സാക്ഷ്യം തന്നെയാണ്. ഹനോക്കിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, നോഹയെ കുറിച്ച് ബൈബിൾ സാക്ഷ്യം പറയുന്നു, അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ സാക്ഷ്യം പറയുന്നു, യോബിനെ കുറിച്ച് ബൈബിൾ സാക്ഷ്യം പറയുന്നു, സ്തെഫാനോസിനെ കുറിച്ച് ബൈബിൾ സാക്ഷ്യം പറയുന്നു. ഇങ്ങനെ ബൈബിൾ സാക്ഷ്യം പറയുന്നൊന്നും തെറ്റാറില്ല. ബൈബിൾ സാക്ഷ്യം പറയുന്നത് സാക്ഷ്യം തന്നെയാണ്. ഇവിടെ തിരുവചനം ഒരു മനുഷ്യനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ബർണ്ണബാസിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. പ്രബോധനപുത്രൻ മാത്രമല്ല, ദൈവവേലയ്ക്ക് വേണ്ടി സകലതും കൊടുത്തവൻ മാത്രമല്ല, ഹൃദയവിശാലതയുള്ളവനും മാത്രമല്ല. സാക്ഷ്യം പറയുന്നത് കേട്ടോ, അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. ഇന്ന് പകൽ അതാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധാത്മ നിറവുള്ള ഒരു നല്ല വ്യക്തിത്വമായി മാറാൻ ഇന്ന് പകൽ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഈ 2024 ഇവിടെ കൊണ്ട് തീരുമ്പോൾ 2025 തുടങ്ങേണ്ടത് ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് നിറവുള്ള ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായി നാം മാറാൻ തയ്യാറായാൽ അസാധാരണമായ കാര്യങ്ങളെ സ്വർഗം നമ്മുടെ മേൽ ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ ഉണ്ടായിരിക്കണം. ദൈവാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ ഉണ്ടായിരിക്കണം. ദൈവാത്മാവിന്റെ നിറവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവാത്മാവിന്റെ നിറവ് നിങ്ങളിൽ ഇല്ല എന്നാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ തോറ്റുപോകുന്നെങ്കിൽ നിങ്ങളുടെ മേൽ ആത്മനിറവില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങൾ ആത്മനിറവുള്ളവരായിരിക്കുക. നിങ്ങളുടെ മേലുള്ള ആത്മാവിന്റെ നിറവിലേക്ക് ഈ ദിവസങ്ങൾ മറ്റുള്ളവരും കടന്നു വരേണ്ടത് അനിവാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിപ്പാൻ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുക. പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്താ? പരിശുദ്ധാത്മാവിന്റെ നിറവ് രണ്ട് അന്യഭാഷ പറയുന്നതാണോ? അല്ല. കൈയടിക്കുന്നതാണോ? അല്ല. എപ്പോഴും ഹൃദയത്തിന്റെ അകത്തളങ്ങൾ അഭിഷേകത്തിന്റെ നിറവിൽ നിറഞ്ഞു വരണം. പുറമേയുള്ള പ്രതിഭാസമല്ല ആരാധനയും പരിശുദ്ധാത്മാവിന്റെ നിറവും എന്ന് പറയുന്നത്. അകത്തളങ്ങളിൽ പൊങ്ങി വരുന്ന ദൈവത്തിന്റെ നിറവാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത്. അപ്പൊ അകത്തളങ്ങളിൽ ദൈവം പകരുന്ന ഈ അഭിഷേകത്തിന്റെ ജ്വലനം ഇന്ന് പകൽ സംഭവിക്കണം. ഒരേ ലെവലിൽ പോകരുത്, അത് വർദ്ധിച്ചു വരണം. താഴ്ന്നു പോകരുത്, അത് വർദ്ധിച്ചു വരണം. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ആത്മനിറവുള്ളവരായി തീരാൻ. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് സങ്കീർത്തനങ്ങളാലും
സ്തുതികളാലും കർത്താവിന്റെ അടുക്കലിലേക്ക് ചെല്ലാൻ. ആത്മാവിൽ നിറയണം. ആത്മാവിൽ നിറഞ്ഞ എന്താ പ്രത്യേകത? പുതിയ നിയമത്തിനകത്ത് ആത്മനിറവുള്ള ആദ്യത്തെ മനുഷ്യൻ യേശു ക്രിസ്തുവാണ്. ആത്മനിറവുള്ള യേശു ക്രിസ്തുവിനെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആത്മനിറവുള്ള യേശു ക്രിസ്തു പോകുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചു. തന്റെ തുപ്പലിൽ പോലും ആ അഭിഷേകം വ്യാപരിക്കപ്പെട്ടു. തന്റെ വസ്ത്രത്തിൽ പോലും അഭിഷേകം വ്യാപരിക്കപ്പെട്ടു. ഇത് ആത്മനിറവിന്റെ ഒരു അടയാളമാണ്. 40 പകലും 40 രാവും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിച്ചുകൂട്ടി യേശു കർത്താവ് ആത്മാവ് നിറഞ്ഞവനായിട്ടാണ് മടങ്ങി വന്നത്. ആത്മനിറവില്ലാത്തവനായിട്ടല്ല, തോറ്റുപോയവനായിട്ടല്ല, ജയാളിയായിട്ട് ആത്മനിറവുള്ളവനായിട്ടാണ് മടങ്ങി വന്നത്. നിന്റെ മരുഭൂമികളിൽ ആത്മനിറവ് നിന്നിൽ വ്യാപരിക്കേണ്ടത് അനിവാര്യമാണ്. നിന്റെ പ്രതിസന്ധി മേഖലകളിൽ ആത്മനിറവ് നിന്നിൽ വ്യാപരിക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും പ്രതിസന്ധികളിൽ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തെയും തലമുറകളെയും തമ്മിൽ തെറ്റിച്ചു കളയും. ആമേൻ. ആ തെറ്റായ തീരുമാനങ്ങൾ ഇന്ന് പകൽ മാറിപ്പോകണം. ആമേൻ. ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ആമേൻ ആത്മനിറവിൽ നിന്നുകൊണ്ടെടുപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ആത്മനിറവിൽ നിങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് ആമേൻ അത് ദൈവത്തിന്, അത് മറ്റുള്ളവർക്ക് നിങ്ങളിലൂടെ പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരും. ഒന്ന്, യേശുവിൽ വ്യാപരിച്ച ആത്മനിറവ്. 2, പൗലോസിന്റെ മേൽ വ്യാപരിച്ച ആത്മനിറവ്. അതെങ്ങനെയാണ്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പുതിയ നിയമത്തിനകത്ത് ഒരു സ്ത്രീ, ഹല്ലേലൂയ, ആമേൻ, പൗലോസിന്റെ പുറകെ നടന്നിങ്ങനെ ശല്യം ചെയ്യുക. എന്താ ശല്യം ചെയ്യുന്നത്? എന്താ പറയുന്നത്? ആമേൻ, സ്തോത്രം, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാർ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദൂത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക. വെളിച്ചപ്പെടുത്തിയായ സ്ത്രീ, ആമേൻ. എന്നാൽ അവനൊന്ന് തിരിഞ്ഞു മുഷിഞ്ഞു നോക്കിയ തിരുവചനത്തിൽ വായിക്കുക. ആ മുഷിഞ്ഞു നോട്ടത്തിൽ വ്യാപരിച്ച ദൈവശക്തി അവളുടെ അകത്തുള്ള ദുഷ്ടവ്യാപാരത്തെ പുറത്താക്കിയെങ്കിൽ ഇന്ന് പകൽ അത് ആ മുഷിഞ്ഞു നോട്ടത്തിൽ ദൈവശക്തി വ്യാപരിച്ചതിന്റെ അടയാളം അവൻ ആത്മനിറവുള്ളവനായിരുന്നു എന്നുള്ളതാണ്. ആമേൻ. സ്തെഫാനോസിനെ എല്ലാവരും കല്ലെറിയുമ്പോൾ ആമേൻ സ്തെഫാനോസ് കല്ലെറിയുന്നവരുടെ കൂട്ടത്തെ അല്ല കണ്ടത്, കല്ലിന്റെ ഘനത്തെ അല്ല കണ്ടത്. അവരും ഇവരും എന്നെ കല്ലെറിയുന്നു എന്നല്ല കണ്ടത്. സ്വർഗം തുറന്നിരിക്കുന്നതും തന്നെ സ്വീകരിപ്പാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നതും കണ്ടു. അത് ആത്മനിറവിന്റെ അടയാളമാണ്. ആത്മനിറവില്ലാത്തവൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ആത്മനിറവില്ലാത്തവൻ കല്ലിന്റെ ഘനം പറയും, എറിഞ്ഞവരുടെ പേരും പറയും. എന്നാൽ ആത്മനിറവുള്ളവന് കല്ലിന്റെ ഘനമോ എറിഞ്ഞവന്റെ പേരും പറയില്ല. അതിലപ്പുറം തുറക്കപ്പെട്ട സ്വർഗം പറയും. തുറക്കപ്പെട്ട് തന്നെ സ്വീകരിക്കുന്ന ദൈവിക ഇടപെടലുകൾ, തന്നെ സ്വീകരിക്കുന്ന സ്വർഗീയ ദൂതന്മാരുടെ ഇടപെടലുകൾ താൻ പറയും. ഇന്ന് പകൽ മറന്നുപോകരുത്, കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും. ദൈവാത്മാവിന് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ അന്ത്യകാലത്ത് ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ഈ അന്ത്യകാലത്ത് ഒരുപാട് ഉപദേശകന്മാരുണ്ട്. ഈ അന്ത്യകാലത്ത് ഒരുപാട് ഇടയന്മാരുണ്ട്, ഒരുപാട് അപ്പോസ്തലന്മാരുണ്ട്. പക്ഷെ ഈ അന്ത്യകാലത്ത് ആത്മനിറവുള്ളവരാണ് ഇല്ലാത്തത്. ഇന്ന് പകൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന്റെ 2ാമത്തെ വരവിൽ നാം ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടണമെങ്കിൽ ആത്മനിറവില്ലാത്തവരെല്ലാം ഇവിടെ കിടക്കത്തതയുള്ളൂ. ആത്മനിറവുള്ളവർ മാത്രമേ മുകളിലേക്ക് പോകുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുകയാണ്. ആത്മനിറവുള്ളവരായി തീരുക. നാം പ്രാപിച്ച ആത്മനിറവ് നമ്മെ നിത്യതയോളം എത്തിക്കുന്നതാണ്. നാം ഈ ലോകത്തിൽ സുരുക്കൂട്ടുന്നതെല്ലാം ആമേൻ സ്തോത്രം ഈ ഭൂമി വിട്ട് മൺമറയപ്പെടുന്നത് വരെയുള്ളൂ. പക്ഷെ നാം പ്രാപിച്ച അഭിഷേകം, നാം പ്രാപിച്ച ദൈവകൃപ, ആമേൻ, നമ്മുടെ മേലുള്ള ആത്മനിറവ് അത് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, അത് തുടരുന്നതാണ് അവിടെ. അതുകൊണ്ട് ഇന്ന് പകൽ ആത്മനിറവുള്ളവരായിരിക്കാം, ആത്മനിറവുള്ളവരായിരിക്കുക. പരിശുദ്ധാത്മാവ് ചിലരെ പ്രബോധിപ്പിക്കുന്നു ആത്മാവിന്റെ നിറവിലേക്ക് കടന്നു വരുവാൻ. ആമേൻ. നഷ്ടപ്പെട്ടു പോയ ആത്മാവിന്റെ നിറവിലേക്ക് കടന്നു വരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആത്മനിറവുള്ളവരായി തീരാം, നിങ്ങൾ ആത്മനിറവുള്ളവരായി തീരും. അത് പത്രോസിന്റെ കാര്യം കൂടെ പറയാം. പുതിയ നിയമത്തിലെ പത്രോസ്, യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന പത്രോസ്, ആമേൻ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവകാശമാക്കിയവൻ, അസാധാരണമായ വെളിപ്പാടുകൾ പറഞ്ഞവൻ, പത്രോസിന്റെ വസ്ത്രം കൊണ്ട്
കൊണ്ടിടുമ്പോൾ, തെരിയവും രൂമാലും കൊണ്ടിടുമ്പോൾ അവൻ രോഗികൾ സൗഖ്യമാകുകയും ദുരാത്മാക്കൾ അലറിയോടുകയും താൻ നടക്കുന്ന അവൻ വഴിയോര പാതകളിൽ അവൻ രോഗികളെ കൊണ്ട് കടത്തും. എന്തിനാണ്? തന്റെ നിഴലടിക്കുമ്പോൾ സൗഖ്യമാകാൻ. ഇത് എവിടെ നിന്നും വെളിപ്പെട്ടു? കൈവെക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ഇതാണ് അകത്തു വ്യാപരിക്കുന്ന ആത്മനിറവാണ് നിന്റെ ശുശ്രൂഷയുടെ അവൻ മൂർച്ചയിലേക്ക് നിന്നെ എത്തിക്കുന്നത്. ഇന്ന് പകൽക്കാലം നീ പ്രവചിച്ചില്ലെങ്കിലും അപ്പോസ്തലനായില്ലെങ്കിലും ആത്മനിറവുള്ളവരായി തീരുക. എല്ലാമായിട്ടും ആത്മനിറവില്ലെങ്കിൽ സീറോയാണ്. നീ ആത്മനിറവുള്ളവനായി തീരുക. ആത്മാവിന്റെ നിറവുള്ള നല്ല മനുഷ്യനായി തീരുക. ബർന്നബാസിനെ കുറിച്ച് ബൈബിൾ എന്ന് പറയാനുള്ള കാര്യം, അവൻ ആത്മനിറവുള്ളവനും നല്ല മനുഷ്യനും ആയിരുന്നു. മറന്നു പോകരുത്. 13-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്കായി വേർതിരിപ്പി. ഇത് ശുശ്രൂഷയിലേക്കുള്ള ഒരു ആഹ്വാനമാണ്. ദൈവം അവരെ ദൈവിക ശുശ്രൂഷയ്ക്കായി വിളിച്ചു വേർതിരിക്കുന്ന ഒരു സമയമാണ്. 7-ാമത്തെ വാക്യം. 7. ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. 13. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. 16-ാമത്തെ വാക്യം. മതി. ഈ 13-ാം അധ്യായത്തിലുടനീളം ആത്മീക ശുശ്രൂഷയെ കുറിച്ച്, വിളിച്ചു വേർതിരിച്ച ശുശ്രൂഷയെ കുറിച്ചാണ്. ആദ്യത്തെ പദം ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പി. 2-ാമത്തെ പദം ശൗലിനെയും ബർന്നബാസിനെയും വിളിപ്പിച്ച് ദൈവവചനം കേൾപ്പിച്ചു. ശൗലും ബർന്നബാസും കൂടെ പിന്നെ യാത്ര തിരിക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ട് യാത്രകളും ശുശ്രൂഷകളുമാണ്. കണ്ടോ, ശൗൽ എന്ന വ്യക്തി ബർന്നബാസ് എന്ന വ്യക്തി മറ്റൊരാളെ അടിച്ചൊതുക്കുന്നവരല്ല, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. കണ്ടോ, ശൗലിനെ പ്രോത്സാഹിപ്പിച്ചു. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നാം സ്തോത്രം മടി കാണിക്കരുത്. അഭിഷേകമുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം, ദൈവകൃപയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. അതിൽ മടി കാണിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ ശൗലിനെ കുറിച്ച് മറ്റുള്ളവർ ഇവന്റെ പഴയ സ്വഭാവം കാരണം അവൻ മാറി നിന്ന ഇടത്ത് അവനെ വിളിച്ച് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടെത്തിച്ചത് ബർന്നബാസാണ്. വിളി വന്നപ്പോൾ ബർന്നബാസിനും ശൗലിനും ഒരുപോലെ. അവിടെ നിന്ന് ബർന്നബാസിനെയും ശൗലിനെയും വചനം കേൾപ്പാൻ രാജാവ് വിളിച്ചു വരുത്തുന്നു. പ്രിയരെ, മറന്നു പോകരുത്. ഇവിടെ ബർന്നബാസിന്റെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. മറ്റുള്ളവരെ കൂടി ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ശുശ്രൂഷ ചെയ്യുവാൻ, ആത്മാവിന്റെ കൃപകൾ ജ്വലിപ്പിക്കുവാൻ, അകത്തുള്ളതിനെ അവൻ കത്തിക്കുവാൻ അവർ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇന്നത്തെ ഈ അന്ത്യകാല ഈ സമയത്ത് പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, അടിച്ചമർത്തുന്നവരും അടിച്ചൊതുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നീ അതിൽ വ്യത്യസ്തനായി തീരട്ടെ. ഒരു സൈന്യം നിന്നിലൂടെ എഴുന്നേൽക്കട്ടെ. അടിച്ചൊതുക്കുകയും അടിച്ചമർത്തുകയും ചെയ്താൽ ഒരിക്കലും ഒരു തലമുറ നിന്നിലൂടെ എഴുന്നേറ്റ് വരികയില്ല. എന്നാൽ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായാൽ ഒരു തലമുറ നിന്നിലൂടെ എഴുന്നേറ്റ് വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ന് പകൽ അടിച്ചമർത്തുന്നത് നിർത്തുക, അടിച്ചൊതുക്കുന്നത് നിർത്തുക, കൃപയുള്ളവനെ ജ്വലിപ്പിക്കുക. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. ആമേൻ, ആത്മനിറവുള്ളവരെ കൊണ്ട് ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കുക. അങ്ങനെ ഒരു ആത്മനിറം വെളിപ്പെട്ടു വന്നാൽ നിശ്ചയമായിട്ടും ചില ദൈവപ്രവർത്തികൾ നിന്റെ മേൽ വെളിപ്പെടുവാൻ കർത്താവിനെ വരുത്തും. അതുകൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്തുന്നവരും ഒതുക്കുന്നവരുമല്ല, അവരെന്നും ഒതുങ്ങിയിരിക്കും. അവർ മറ്റുള്ളവരെ അവൻ വളർത്തത്തുമില്ല. എന്നാൽ ഇന്ന് പകൽ അങ്ങനെയല്ല, മറിച്ച് സ്തോത്രം എന്നേക്കാളും ശക്തന്മാരായ ശുശ്രൂഷകന്മാരായാലും അവൻ കൂടെയുള്ളതിനെ
പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായാൽ ഒരു സൈന്യം നിന്നിലൂടെ ഈ തലമുറയിൽ എഴുന്നേൽക്കും. ആ തലമുറയായിരിക്കും അന്ത്യനാളിലെ ഉണർവിനായി ദൈവം പ്രയോജനപ്പെടുത്തുന്ന ഒരു തലമുറ. അവൻ മാറ്റി നിർത്തിയിടത്ത് കൈക്ക് പിടിച്ചുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്ത ബർന്നബാസ് അവിടെ കൊണ്ട് തീരുന്നില്ല. വിളി രണ്ടുപേരുടെ മേലും ഒരുപോലെ വെളിപ്പെട്ടു. കണ്ടോ? ആമേൻ, സ്തോത്രം. അവിടെ കൊണ്ട് തീരുന്നില്ല. രാജാവ് വിളിച്ചപ്പോൾ രണ്ടുപേരെയും വിളിച്ചു വരുത്തി. കണ്ടോ? അവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നെ യാത്ര തുടങ്ങുകയാ. രണ്ടുപേരും ഒന്നിച്ചു, വേർതിരിഞ്ഞല്ല. പൗലോസും ബർന്നബാസും ഒന്നിച്ച് യാത്രകളും ശുശ്രൂഷകളും ആരംഭിക്കുകയാ. പ്രിയരെ, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. എവിടെ ഐക്യത വെളിപ്പെടുന്നു അവിടെ ദൈവപ്രവൃത്തി ആരംഭിക്കും. എവിടെ ഐക്യത പൊളിയുന്നോ അവിടെ പിശാചിന്റെ പ്രവൃത്തിയും ആരംഭിക്കും. ഇന്നു പകലിൽ ഐക്യതയോടെ നിന്ന് മറ്റുള്ളവനെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും ശുശ്രൂഷ മേഖലകളിൽ അസാധാരണമായ വ്യക്തി ജീവിതങ്ങളെ ഈ ആത്മലോകത്തിന് കൈമാറാൻ കഴിയും. അനേകം പട്ടണങ്ങളിൽ ഉണർവിന്റെ വക്താക്കളായിട്ട് നമുക്ക് അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ സാധിക്കും. അവിടെ കൊണ്ട് ഞാൻ നിർത്തട്ടെ, മുൻപോട്ട് പോകുക. 14-ാം അധ്യായം 14-ാം വാക്യം. അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷന്മാരുടെ ഇടയിലേക്ക് മതി. അപ്പം സഞ്ചരിച്ചതല്ല ഒന്നിച്ചാന്ന് പറഞ്ഞല്ലോ. ഇവിടെ പറയുന്നു അപ്പോസ്തലന്മാരായ പൗലോസും ബർന്നബാസും കേട്ടിട്ട്. കണ്ടോ? അപ്പോസ്തോലിക പദവിയിലേക്ക് അവർ എത്തപ്പെട്ടിരിക്കുകയാണ്. പേരിന്റെ മുമ്പിൽ ചേർക്കുന്നതല്ല അപ്പോസ്തോലികത്വം, സ്വയം ഏറ്റെടുക്കുന്നതല്ല അപ്പോസ്തോലികത്വം. ദൈവം ഒരുവനെ ആക്കുന്നതാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. ഇവിടെ അതാണ് സംഭവിച്ചത്. ശുശ്രൂഷയ്ക്കുള്ള വിളി ലഭിച്ചു. രാജാവ് അവരെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. പട്ടണങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഇവിടെ പറയുക, രണ്ടുപേരെയും ഒരുപോലെ, പൗലോസും ബർന്നബാസും ഒരുപോലെ അപ്പോസ്തലന്മാരെന്ന ആത്മപദവിയിലേക്ക് വന്നു. കണ്ടോ? നീ ശുശ്രൂഷയിൽ വിശ്വസ്തനാണെങ്കിൽ പെട്ടെന്ന് നിന്റെ ശുശ്രൂഷകൾ ശോഭിക്കും. നീ ശുശ്രൂഷയിൽ വിശ്വസ്തനാണെങ്കിൽ ശോഭിക്കുന്നതിന്റെ ഇടയിൽ ഒരുപാട് തിക്താനുഭവങ്ങളുണ്ട്. പ്രതിസന്ധി ഇല്ലാതെ ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയത്തില്ല. പ്രതിസന്ധി ഉണ്ടെങ്കിലേ ശുശ്രൂഷ പുറത്തു വരും. കഷ്ടതയില്ലാതെ ശുശ്രൂഷിക്കാൻ കഴിയില്ല. കഷ്ടതയുണ്ടെങ്കിലേ ശുശ്രൂഷയുടെ മൂർച്ച കൂടും. വേദനകളില്ലാതെ ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല. വേദന ഉണ്ടെങ്കിലേ പൗലോസിനെ പോലെ കുറഞ്ഞ പക്ഷം ആകാൻ കഴിയും. പൗലോസ് ചോദിക്കുന്നു, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന ഈ ജഡത്തിലെ ശൂലമൊന്ന് മാറ്റണമേ. കർത്താവ് ഇടപെടുകയില്ല. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയരെ, ശരീരം വേദനിക്കപ്പെടുമ്പോഴും അനേകരെ സൗഖ്യമാക്കാൻ അപ്പോസ്തലനെ ദൈവം പ്രയോജനപ്പെടുത്തി. ശരീരം വേദനിക്കപ്പെടുമ്പോഴും അനേകരുടെ മുറിവിനെ കെട്ടുവാൻ അപ്പോസ്തലനെ ദൈവം പ്രയോജനപ്പെടുത്തി. ഇന്ന് പകൽ മറന്നു പോകരുത്, അപ്പോസ്തോലിക പദവിയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പ്രബോധനപുത്രൻ, ശൗലിനെ പുറത്തെടുക്കാൻ കാരണക്കാരൻ, അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്താൻ കാരണക്കാരൻ, ശൗലും ബർന്നബാസിന്റെ മേൽ ഒരുപോലെ വിളി വരികയാണ്. ശൗലും ബർന്നബാസും ഒരുപോലെ യാത്ര ചെയ്യുന്നു. ശൗലും ബർന്നബാസും ഒരുപോലെ അപ്പോസ്തോലിക പദവിയിലേക്ക് വരികയാണ്. ബർന്നബാസ് ആരെയും അടിച്ചൊതുക്കുന്നവനല്ല, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവൻ. യേശുവിനെ ശിഷ്യന്മാർ ആരെയും അടിച്ചൊതുക്കിയവരല്ല, അനേകരെ പ്രോത്സാഹിപ്പിച്ചവരാണ്. ഇന്ന് പകൽ മറന്നു പോകരുത്, അനേകരെ പ്രോത്സാഹിപ്പിക്കുന്നവരായി തീരുക. ഒരു ഭാഗം കൂടെ വായിച്ച് ഇന്ന് പകൽക്കാലത്തെ ചിന്ത അവസാനിക്കും. 15-ാം അധ്യായം 35-38. 15-ാം അധ്യായം 35-ാം വാക്യം. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്, ഞാൻ കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കുവായിരുന്നു പറഞ്ഞു. 38. അങ്ങനെ അവർ തമ്മിൽ
ഉഗ്രവാദം ഉണ്ടായിട്ട് അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിഞ്ഞു. മതി. താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും, അടുത്ത അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും, ഈ ഉഗ്രവാദം അങ്ങ് നീണ്ടു നിന്നൊന്നുമില്ല. ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ തമ്മിൽ ഒരു ഉഗ്രവാദം ഉണ്ടായിട്ട് അവർ തമ്മിൽ വേർപിരിഞ്ഞു. എവിടെ വെച്ച് ബന്ധം തുടങ്ങി, എവിടെ വെച്ച് വേർപിരിയുന്നു? എല്ലാവരും റിജക്ട് ചെയ്യപ്പെട്ടപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് അപ്പോസ്തലന്റെ അടുക്കൽ കൊണ്ടെത്തിച്ചവനാണ് ബർന്നബാസ്. ശുശ്രൂഷയുടെ മധ്യഭാഗത്ത് എത്തുമ്പോൾ ബർന്നബാസും പൗലോസും വേർപിരിയുകയാണ്. പക്ഷെ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഒരു ചുരുങ്ങിയ കാലയളവിൽ അവർ വേർപിരിഞ്ഞിരുന്നു, സത്യം തന്നെയാണ്. എന്നാൽ ചുരുങ്ങിയ കാലം കഴിഞ്ഞപ്പോൾ പരസ്പരം തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട് അവർ വീണ്ടും ഒന്നായി കർത്താവിന്റെ വഴി ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തുകയാണ്. തെറ്റുകൾ ക്ഷമിച്ച് വീണ്ടും കൂടെ നിന്ന് ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്തുഭക്തൻ. ഇന്ന് പകൽ മറന്നു പോകരുത്, തെറ്റുകളെ മറയ്ക്കുന്നവനല്ല, തെറ്റുകളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്ന്, മറിച്ച് അതിനെ ഏറ്റുപറഞ്ഞ് രമ്യതപ്പെടുന്നവർ ആത്മതലത്തിലെ അസാധാരണമായ നിയോഗങ്ങളിലേക്ക് കയറി ചെല്ലും. ഇന്ന് പകൽ ആരോടൊക്കെയോ കർത്താവ് പറയുക, പ്രോത്സാഹിപ്പിക്കുന്നവൻ മാത്രമല്ല, പ്രബോധനപുത്രൻ മാത്രമല്ല, ദൈവവേലയ്ക്ക് വേണ്ടി സകലതും കൊടുത്തവൻ മാത്രമല്ല, വിശാല ഹൃദയൻ മാത്രമല്ല, പരിശുദ്ധാത്മ നിറവുള്ള മനുഷ്യൻ മാത്രമല്ല, ആമേൻ ആമേൻ, മറിച്ച് തെറ്റുണ്ടെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ, അല്ലെങ്കിൽ മറ്റുള്ള ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്താൽ മടികൂടാതെ ആമേൻ നിരപ്പ് പ്രാപിച്ച് വീണ്ടും ആത്മബന്ധത്തെ റീസ്റ്റോർ ചെയ്തുകൊണ്ട് ആ ശുശ്രൂഷയിൽ ശക്തന്മാരാകുന്നതാണ് ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്നത്, ആത്മീക ബന്ധമെന്ന് പറയുന്നത്. ഇന്ന് വേർപിരിഞ്ഞാൽ എന്നേക്കുമായ ഒരു പിളർപ്പിലേക്ക് പോകും. പക്ഷെ നോ, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ഒന്നിച്ചു നിന്നാൽ, ഒന്നിച്ചു നിൽക്കുമ്പോഴാ കർത്താവിന്റെ അത്ഭുതം വെളിപ്പെടുന്നത്. ജനം ഒന്നിച്ചു നിന്നപ്പോഴാ എരിഹോവിന്റെ മതിലുകൾ ഇടിഞ്ഞു വീണത്. ജനം ഒന്നിച്ചു കൂടിയപ്പോഴാ അവരുടെ നടുവിൽ ദൈവാത്മാവ് ഇറങ്ങി വന്നത്, പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെട്ടത്. ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുകയാ. ആമേൻ, സ്തോത്രം. സകലതും കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, സമ്പത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ദൈവം തന്ന സകലതും കർത്താവിന് വേണ്ടി കൊടുക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളെ തന്നെ മുഴുവനായി കർത്താവിന് കൊടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളിലൂടെ വെളിപ്പെടട്ടെ. ആമേൻ, വിശാല ഹൃദയനായിരിക്കണം. ആമേൻ, മറ്റുള്ളവർ റിജക്ട് ചെയ്തവരെ അക്സെപ്റ്റ് ചെയ്ത് ചേർത്ത് പിടിച്ച് അവരുടെ അകത്തുള്ള ശുശ്രൂഷകളെ കണ്ടുപിടിച്ച് ആ ശുശ്രൂഷയിൽ അവരെ ഒരുക്കിയെടുക്കുന്ന അസാധാരണമായ ദൈവനിയോഗത്തിന് ഉടമസ്ഥരായി തീരണം. അതുമാത്രമല്ല, പരിശുദ്ധാത്മ നിറവിൽ ജീവിപ്പാൻ സഹായിക്കണം. ഫറവോൻ ജോസഫിനെ നോക്കി പറയുന്നൊരു പദമുണ്ട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ? കണ്ടോ, ആത്മനിറവുള്ളവനെ കണ്ടാൽ അറിയാം. ജോസഫ് അവിടെ പോയി ഫറവോന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചില്ല, കൈവച്ചില്ല, ശുശ്രൂഷ വെളിപ്പെടുത്തിയില്ല, മറിച്ച് ആത്മനിറവുള്ളവനെ കണ്ടാൽ അറിയാം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കാൻ ഉപവാസ പ്രാർത്ഥനയിലും സഭായോഗങ്ങളിലും മാത്രം നിറഞ്ഞു വരുന്ന നിറവല്ല, മറിച്ച് അനുദിനവും ആ നിറവിൽ വർദ്ധിച്ചു വരുവാൻ തയ്യാറാകണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക പദവികളിൽ നാം വിശ്വസ്തരായിത്തീരണം. തെറ്റുകൾ വന്നാൽ ക്ഷമിക്കാൻ തയ്യാറാകണം. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒരു പദം പഠിപ്പിച്ചു, നിങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ കടങ്ങളും ഞാൻ ക്ഷമിക്കും. അതിന്റെ അർത്ഥം, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞാൻ ക്ഷമിക്കും. നിങ്ങൾ ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയാതിരുന്നാൽ ജീവിതത്തിൽ ഒരിക്കലും കർത്താവ് നിങ്ങളോട് ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് ക്ഷമിക്കുന്നവരായിത്തീരണം. ക്ഷമിക്കാതിരുന്നാൽ ശുശ്രൂഷ വിജയിക്കത്തില്ല. ക്ഷമിക്കാതെ ഇരുന്നാൽ കാഹളം ധരിക്കുമ്പോൾ ഇവിടെ കിടന്നടിക്കുകയല്ലാതെ മുകളിലോട്ട് പോകത്തില്ല. ക്ഷമിക്കാതെ ഇരുന്നാൽ പ്രാർത്ഥനയെത്തത്തില്ല, അന്തരീക്ഷത്തിൽ കിടന്നടിക്കത്തേയുള്ളൂ. ക്ഷമിക്കാതെ ഇരുന്നാൽ വാഗ്ദത്തം ഒരുപാടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നിവർത്തിയാകത്തില്ല. ജീവിതത്തിൽ തെറ്റുകൾ വന്നപ്പോൾ
ബർന്നബാസ് ചെയ്തതുപോലെ അല്പസമയത്തേക്ക് വേർപിരിഞ്ഞുവെങ്കിലും പരസ്പരം ക്ഷമിച്ച് ഒന്നിച്ച് കർത്താവിന്റെ വഴിയിൽ അധ്വാനിക്കുന്നവരായി തീരണം. ഐക്യത ദൈവം തരുന്നതാണ്. എന്നാൽ ഐക്യതയെ പൊളിക്കുന്ന ഇരുളിന്റെ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊത്തവണ്ണം പോരാടി അധ്വാനിപ്പാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ.